അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനോഹരമായ ഇസ്മുകളിൽപ്പെട്ട ഒരിസ്മാണ് അലിയ് എന്നത്. സമുന്നതൻ എന്ന് നമുക്ക് ഇതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ 8 പ്രാവശ്യമാണ് ഈ ഇസ്മ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയത്ത് 110 ആണ്. ഉന്നതി, ഉയർച്ച, മഹത്വം എന്നൊക്കെ അർത്ഥമുള്ള ഉലുവ് എന്നതിൽ നിന്ന് ഉണ്ടായതാണ് അലിയ് എന്നത്. അല്ലാഹു തആല സർവ സൃഷ്ടികളുടെയും മുകളിലാണ്. സർവ സൃഷ്ടികളുടെ അമലുകളും അറിയുകയും ആ സൃഷ്ടികളുടെ സംസാരങ്ങൾ കേൾക്കുകയും അവരുടെ ചലനങ്ങൾ കാണുകയും ചെയ്യുന്ന രൂപത്തിൽ പ്രപഞ്ചങ്ങളുടെ മുകളിലാണ് അല്ലാഹു. സ്ഥാനത്താൽ മുകളിലാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാതെ അല്ലാഹുവിന് ഭാഗങ്ങൾ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹ് മുകളിലാവുക, താഴെയാവുക എന്നീ രൂപത്തിലുള്ള ഭാഗങ്ങളെ തൊട്ട് അല്ലാഹു തആല പരിശുദ്ധവാനാണ്. അപ്പം സ്ഥാനത്തിൽ സർവ സൃഷ്ടികളുടെയും മുകളിൽ ഉന്നതമായ പദവി, ഉന്നതമായ മഹത്വം ഉള്ളവനാണ് അല്ലാഹു. അലിയ് എന്നത് ഒരു ദാത്തിയായ സിഫത്താണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദാത്തിൽ നിലകൊള്ളുന്ന, എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിശേഷണമാണത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പല രൂപത്തിൽ അലിയ് എന്നതിന് വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ബാലിഗു ഫി ഉലുവി റുത്ബത്തി, ഉന്നതിയുടെ ഏറ്റവും മേലെ എത്തിച്ചവനാണ് അല്ലാഹു. വേറെ ഏതൊരു പദവിയുണ്ടോ ആ പദവിയൊക്കെ അല്ലാഹുവിൻ്റെ ആ മഹത്തായ പദവിയുടെ താഴെ മാത്രം വരുന്നതാണ്. ഇതാണ് അലിയ് എന്നതിൻ്റെ അർത്ഥം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യരുടെ ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു തആല മേലെയായിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ദാത്ത്, സിഫത്തുകൾ അഥവാ വിശേഷണങ്ങൾ, അല്ലാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊന്നിലും അതിൻ്റേതായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിക്കും സാധിക്കുകയില്ല. അല്ലാഹുവിൻ്റെ ദാത്ത് പോലെ മറ്റൊരു ദാത്തില്ല. അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ പോലെ മറ്റൊരു വിശേഷണമോ അല്ലാഹുവിൻ്റെ പ്രവർത്തനങ്ങളെപ്പോലെ മറ്റൊരു പ്രവർത്തനമോ ഇല്ല. ആ രൂപത്തിൽ ഉയർന്നവൻ എന്നാണ് അലിയ് എന്നതിൻ്റെ അർത്ഥം എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവിനോട് തുല്യമായ ഒരു വസ്തു ഉണ്ടാകലിനെ തൊട്ട് അല്ലാഹു മേലെയായവനാണ്. അഥവാ അല്ലാഹുവിന് തുല്യത ഉള്ള ഒരു വസ്തുവും ഇല്ല. ഈ മഹത്തായ ഇസ്മുമായിട്ട് തഅല്ലുഖ്, ബന്ധം പുലർത്തുന്നവനാകൽ എങ്ങനെയാണ്? നിന്റെ എല്ലാ മനക്കരുത്തും നിന്റെ എല്ലാ ഹിമ്മത്തും അല്ലാഹുവിലേക്ക് ഉയരുക. നിന്റെ നഫ്സിനെ, ശരീരത്തെ അല്ലാഹുവിന് വഴിപ്പെടുന്നതിൽ
നീ വളരെ താഴ്മയോടുകൂടെ തന്നെ ഉപയോഗിക്കുകയും അള്ളാഹുവിന് എല്ലാ നിലക്ക് താഴ്മ ചെയ്യുകയും ചെയ്യുക. അതിലൂടെ ഉന്നതമായ മർത്തബകൾ നീ കൈവരിക്കുക. ഈ ഒരു നിലക്കാണ് ഈ ഇസ്മുമായി ബന്ധം പുലർത്തുമ്പോൾ നീ ആവുക. ഒരാൾ ഈ ഇസ്മുമായി ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ അവൻ്റെ മനക്കരുത്ത് എപ്പോഴും അള്ളാഹുവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും അവൻ തിരഞ്ഞെടുക്കുകയില്ല. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക് അവൻ ചാരണം കൊള്ളുകയും ഇല്ല. സ്വർഗം ലഭിക്കൽ പോലും അവന് ഒരിക്കലും മുഖ്യമായ കാര്യമാവുകയില്ല. സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യൽ കേവലം സ്വർണം ലഭിക്കാൻ വേണ്ടി പെണ്ണ് കെട്ടുന്നത് പോലെയാണ് എന്ന ആ ഒരു തത്വത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ടാകും. നിങ്ങളുടെ ഇബാദത്തുകൾ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അലിയ് എന്ന ഇസ്മുമായി കൂടുതൽ ബന്ധം പുലർത്തുന്ന ആളുകളോട് ചോദിച്ചാൽ തീർച്ചയായും അവരുടെ മറുപടി ഉന്നതനായ സമുന്നതനായ അള്ളാഹുവിൻ്റെ റിളയും ആ അള്ളാഹുവിലേക്കുള്ള ലയനവുമാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് അവർ പറയും. ഇനി ഈ ഇസ്മുമായിട്ട് നമ്മൾ സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് കീഴ്പ്പെട്ട് ആ സൃഷ്ടികളുടെ മേലിൽ വളരെ താഴ്മ ചെയ്ത് അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ഒരു താഴ്മ അല്ലെങ്കിൽ ആ ഒരു നിന്ദ്യത അത് മറ്റു സൃഷ്ടികൾക്ക് കൊടുക്കാതിരിക്കലാണ്. ദില്ലത്ത് അഥവാ നമ്മളുടെ നിസ്സാരത അത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. സൃഷ്ടികളുടെ മുമ്പിൽ നമ്മളുടെ നിസ്സാരത നമ്മൾ പ്രകടിപ്പിക്കരുത്. എന്നാൽ അള്ളാഹു തആല കൽപ്പിച്ചു എന്ന കാരണത്താൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഉന്നതരായ ആളുകൾക്ക് അല്ലെങ്കിൽ നാം താഴ്മ കാണിക്കേണ്ട ആളുകൾക്കൊക്കെ താഴ്മ കാണിക്കുക കൂടി വേണം ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുമ്പോൾ. അതുപോലെ തന്നെ ഉന്നതമായ പദവികൾ ലഭിക്കാൻ വേണ്ടി പരിശ്രമം നിന്നിൽ ഉണ്ടാകേണ്ടതുണ്ട്. വളരെ നിന്ദ്യമായ കാര്യങ്ങളിൽ നിന്ന് അകലുകയും ഉന്നതമായ കാര്യങ്ങളിലേക്ക് എത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുന്നവരിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അവർ എപ്പോഴും ഈ ദൃശ്യലോകത്തു നിന്ന് അദൃശ്യലോകത്തേക്ക് അല്ലെങ്കിൽ ഈ രൂപങ്ങളുടെ ലോകത്തിൽ നിന്ന് ആത്മാവിൻ്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ശ്രമത്തിലും പരിശ്രമത്തിലും ആയിരിക്കും. അവരുടെ റൂഹ് എപ്പോഴും ഉന്നതമായതും ആകാശലോകത്തുള്ളതുമായിരിക്കും, ശരീരം ഭൂമിയിൽ ആണെങ്കിലും. ചില ഹദീസുകളിൽ തന്നെ കാണാം, ഉന്നതമായ കാര്യങ്ങളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു, വളരെ തരം താഴ്ന്ന കാര്യങ്ങളെ അല്ലാഹു വെറുക്കുന്നു. ഈ ഒരു സ്വഭാവം തീർച്ചയായും അലി എന്ന ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്നവരിൽ ഉണ്ടാകുന്നതാണ്. ആ ഇസ്മുമായി സ്വഭാവം ശ്രദ്ധിക്കുന്നവരിൽ ഉണ്ടാകുന്നതാണ്. ഒരടിമ അള്ളാഹുവിനെ സംബന്ധിച്ച് എൻ്റെ സൃഷ്ടാവായ റബ്ബ് ഏറ്റവും സമുന്നതനാണ്,
എല്ലാ വസ്തുക്കളുടെയും മുകളിലുള്ളവനാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തിയാൽ തീർച്ചയായും അവൻ്റെ മനക്കരുത്ത് എപ്പോഴും അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഈ ഇസ്മുമായിട്ട് കൂടുതലായി ബന്ധം പുലർത്തുമ്പോൾ അള്ളാഹുവിനോടുള്ള മഹബത്ത്, സ്നേഹം ഓരോ നിമിഷവും നമ്മിൽ വർദ്ധിക്കുന്നത് കാണാം. കാരണം സ്ഥാനം കുറഞ്ഞവരെ സ്നേഹിക്കാനല്ലല്ലോ നാം ഇഷ്ടപ്പെടുക, ഏറ്റവും സ്ഥാനമുള്ള സമുന്നതരെ സ്നേഹിക്കാനാണ്. അപ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയ സമുന്നതൻ എന്ന തിരിച്ചറിവ് ലഭിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ആദരിക്കുന്ന, അള്ളാഹുവിൻ്റെ ഷിആറുകൾക്ക് ആദരവ് കൊടുക്കും, ആ ഒരവസ്ഥയിലേക്ക് അവനെത്തും. അള്ളാഹുവിന് താഴ്മ ചെയ്തുകൊണ്ട് ജീവിക്കും എന്ന് മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വചനങ്ങളെ, പരിശുദ്ധമായ നിർദ്ദേശങ്ങളെ എല്ലാത്തിനെയും രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കാൻ അവന് സാധിക്കും. ഒരു ഹക്കുമില്ലാതെ ഭൂമിയിൽ മേന്മ നടിച്ച് നടക്കുന്ന അവസ്ഥയെ തൊട്ട് അവൻ പേടിക്കും. എത്രയോ മനുഷ്യന്മാരിൽ ഒരർഹതയുമില്ലാതെ ഭൂമിയിൽ മേന്മ നടിച്ച് നടക്കുക എന്ന സ്വഭാവം കാണപ്പെടാറുണ്ട്. ആ ഒരു സ്വഭാവം ഉണ്ടാകുന്നത് അലിയ് എന്ന ഇസ്മുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോകുന്ന കാരണത്താലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, സൃഷ്ടികളെ യാതൊരു നിലക്കും ഭയപ്പെടാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തുക തന്നെ ചെയ്യും. ഇനി ഈ അലിയ് എന്ന ഇസ്മ നാം ധാരാളമായി ചൊല്ലുകയാണെങ്കിൽ എല്ലാത്തിലും നമുക്ക് ഉന്നതി കരസ്ഥമാകാൻ ഈ ഇസ്മ സഹായകമാണ്. വളരെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉന്നതമായ അവസ്ഥകളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ഇസ്മിനെ അബ്ജദിയത്ത് കണക്ക് പ്രകാരമോ അതിലധികമോ നാം ചൊല്ലിയാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഫളല് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ശാരീരികമായ രോഗങ്ങളാകുന്ന നീരിൻ്റെ അസുഖം, കാലിൻ്റെ വീക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ ഇസ്മ ചൊല്ലി മന്ത്രിച്ചാൽ കൂടുതൽ ഫലം ചെയ്യും എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തി നല്ല ഒരു ഹിമ്മത്തുള്ള, മേലെയായ മനക്കരുത്തുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ ഉലുവുൽ ഹിമ്മത്തി മിനൽ ഈമാൻ, ഏറ്റവും മേലെയായ മനക്കരുത്ത് ഈമാനിൽപ്പെട്ടതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.